അസ്സലാമുഅലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് അളവിൽ മൈദാമാവ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈദാമാവിന് പകരം നമുക്ക് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിൽ ഇത് ചെയ്തിട്ടെടുക്കാമെന്നാണ് കേട്ടോ. ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഗോതമ്പ് പൊടിയിൽ നമുക്കിത് ചെയ്തിട്ടെടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദാമാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഓയിലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കിതിലേക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പും ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആദ്യമേ നമ്മൾ ഇതുപോലെ ഓയിൽ ചേർത്ത് ഈ പൊടി നമുക്ക് ചെറുതായിട്ടൊന്ന് നനഞ്ഞ് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് നല്ല പൊടി പൊടി പോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓയിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ മാവ് നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇങ്ങനെ നമ്മൾ മാവ് എടുക്കുമ്പോൾ കയ്യിൽ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിന് നമ്മൾ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടക്കുന്നത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മൾ ഈ മാവ് കുഴച്ചിട്ടെടുക്കുന്ന സമയത്ത് വിള്ളലുകളൊന്നും വരാതെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ മാവ് ഇവിടെ നല്ല മയത്തിൽ തന്നെ നല്ല സോഫ്റ്റ് ആക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മാവിന് ഒട്ടും തന്നെ കട്ടി ഉണ്ടാകാൻ പാടില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇനി ഒരു മാവ് നമുക്ക് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 3 ബോൾസ് ആക്കിയിട്ട് വേണം പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കുറച്ച് മാവ് ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക. ഒട്ടും തന്നെ വിള്ളലുകളൊന്നും വരാതെ വേണം നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ഒരു സ്വല്പം മാത്രം മാവ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. ഒരുപാട് മാവ് വേണ്ട കേട്ടോ, ഒരു സ്വല്പം ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി ഒരു മാവ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് മാവൊന്ന് തൂക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടിക്ക് തന്നെ വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങനെ നൈസായിട്ടൊന്നും പോവരുത്. ചെറിയൊരു കട്ടിക്ക് തന്നെ നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിക്ക് ഇത് ഇവിടെ നിന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ചെറിയതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വീതിയിൽ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഇതുപോലെ 3 ആയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പരത്തുന്ന സമയത്ത് ഒട്ടും തന്നെ വിള്ളലുകൾ വരാതെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ മാവെല്ലാം പരത്തി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓയിൽ അത്യാവശ്യം ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം മുതൽ നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഒരുപാടങ്ങ് കളറൊന്നും മാറിപ്പോകരുത്, പക്ഷെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും വേണം. ഒരുപാടങ്ങ് കളറൊന്നും മാറിപ്പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓയിലിനകത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ മൈദാമാവ് അളന്നെടുത്ത ഒരു കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു ഒറ്റനൂൽ പരിവായിട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കായും പഞ്ചസാരയായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഏലക്കാപ്പൊടി മാത്രമായിട്ടാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, പഞ്ചസാര ലൈന് നന്നായിട്ട് ഉരുകി ഈ ഒരു പരിവായി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ നോക്കുമ്പോഴത്തേക്കും ഒരു നൂൽ പരിവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഈ ഒരു പരിവായി വരുമ്പോഴത്തേക്കും വേണം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിട്ട് കൊടുത്തതിന് ശേഷം തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. നന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇതുപോലെ പൊടിപൊടിയായി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെല്ലാം ഒരു പഞ്ചസാര നല്ല പോലെ തന്നെ ഒന്ന് കോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇനി നമ്മളിത് ഒരുപാട് ഇട്ടങ്ങ് ഇളക്കരുത്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ല പോലെ ഒന്ന് പോയിട്ട് ഒരു 2 മണിക്കൂറോളം കഴിയുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ല പോലെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു കട്ടിയുള്ള ഒരു മധുരസേവ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.